ഇതെന്റെ പെണ്ണ് കാണൽ ചടങ്ങാണ്. ഇതെന്റെ ആദ്യത്തെ അവസാനത്തെയും പെണ്ണ് കാണല. താല്പര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ചാ അതെനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ അറിയില്ല എന്നല്ല, എന്റെ ഡിസിഷനിൽ ഇവിടെ ഒരു വാല്യൂ ഇല്ല. എന്റെ ഇഷ്ടങ്ങൾക്കും ഒരു വാല്യൂ ഇല്ല. ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതിലും ഒരു വാല്യൂ ഇല്ല. ഈ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളതൊന്നുമല്ല, എന്റെ കാര്യവും അതല്ല. ഞാനിപ്പോ നേരിടുന്ന പ്രധാന വെല്ലുവിളി 6 വർഷം, നീണ്ട 6 വർഷം പ്രേമിച്ചിട്ട് അവള് വേണം മെൻഡോൺ ക്രൈ. ഞാൻ ഇമോഷണൽ ആവുന്നില്ല. ഈ പെണ്ണ് കാണാൻ ചടങ്ങ് എന്തായാലും മുടങ്ങിപ്പോയില്ല. ബിക്കോസ് എനിക്ക് പയ്യനെ ഓക്കെ അല്ലെങ്കിലും എന്റെ ഫാമിലിക്ക് ഓക്കെയാണ്. ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാനുള്ള പ്രധാന കാരണം അവളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞിരിക്കണം. അവളേക്കാൾ ഹാപ്പിയായി എനിക്ക് ഇവളുമായിട്ട് ജീവിക്കണം. അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. എന്താണോ വീട്ടുകാർ പറയുന്നത് അതാണ് എന്റെ ഡിസിഷൻ. പ്രതികാരം അത് വീട്ടാനുള്ളതാ, വീട്ടും. ഇതിൽ നിന്ന് ഒരിക്കലും ഊരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഐ ആം ട്രാപ്ഡ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി എൻ്റെ ലൈഫിൽ ഹരിത എന്നല്ല വേറൊരു പെണ്ണുമില്ല. ന്യൂ ലൈഫ്, ന്യൂ വൈഫ്, ഞങ്ങളുടെ സന്തോഷകരമായ ജീവിതം. ഹാപ്പി മാരീഡ് ലൈഫ് ടു മീ. ഓ, പാലും പഴമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? അച്ഛൻ പറഞ്ഞായിരിക്കും അല്ലേ? ബ്ലഡി ഓൾഡ് ഡാഡി തിങ്സ്. എനിക്കൊന്നും ഇഷ്ടമല്ല. പാല് കുടിക്കട്ടോ, ഞാൻ ഇപ്പൊ വരാവേ. ഞാൻ പകുതിയെ കുടിക്കൂ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അല്ല, മുഴുവൻ കുടിച്ചാലും കുഴപ്പമില്ല. പകുതിയെ കുടിക്കൂ. ശരി. അയ്യോ, കുറച്ച് മുല്ലപ്പൂം കൂടെ വേണമായിരുന്നു. അൺറൊമാൻറ്റിക് തൊണ്ട ഒരു ഫസ്റ്റ് നൈറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. കൊച്ചവിടെ പോയി എന്തെങ്കിലും സർപ്രൈസ് തരാൻ പോയിരിക്കും. ഞാൻ ഭയങ്കര അൺറൊമാൻറ്റിക് ആണോ? ഏയ്, ഇപ്പൊ എഫക്റ്റ് ആവും. എന്തായാലും പറഞ്ഞല്ലേ, പാല് കുടിച്ചേക്കാം. ബദാം എന്തോ കലക്കിയിട്ടുണ്ടെന്നോ, നല്ല ടേസ്റ്റ്. പകുതി അവൾ കുടിക്കട്ടെ. മൊത്തം കുടിച്ച് ഇനി ആർത്തിയാന്ന് വിചാരിച്ചാലോ. ഇനി സാരി വല്ലതും എടുക്കാൻ പോയിരിക്കും. ഓരോരോ ഫാൻറ്റസിയുടെ ഉടുത്തിട്ട് വരട്ടെ. അവിടെ എന്തൊരു ശബ്ദം? ഒന്നുമില്ലമ്മേ. ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഉറങ്ങിയില്ല അല്ലേ? ശാന്തി മുഹൂർത്തമൊക്കെ നോക്കുമായിരുന്നു. പാല് കുടിക്കുന്നില്ലേ? ഞാൻ പകുതിയെ കുടിച്ചോളൂ. കുടിച്ചോ. ഇപ്പഴാ ഉറങ്ങുന്നേ. അമ്മേ, അമ്മേ, അച്ഛാ. പ്രിയേ, എന്റെ അച്ഛനെ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ലേ?
വിളിക്കാം എന്തായാലും. വ്രണമായ മനുഷ്യരാണ്. ശാളെ, എന്താ? അല്ല ഞാനിവിടെ ഇരുന്നോട്ടേന്ന്. ആ ഹലോ, നിങ്ങൾ എവിടെ പോയി കിടക്കുവാ അമ്മേ? ഇടച്ചക്ക എന്താ കാര്യം? ഞങ്ങളൊന്ന് തറവാട് വരെ വന്നതാ. വീടൊക്കെ പൂട്ടിയിട്ട് എത്ര ദിവസമായി. ഇനിയിപ്പോ ഞങ്ങളുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ. നീയും കുറച്ച് ജീവിതമൊക്കെ ഒന്ന് പഠിക്ക്. മോളില്ലടാ അവിടെ? ഉണ്ട്, ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിലിടാം. അമ്മയാ. ഹലോ മോളെ, ഇനി കാര്യങ്ങളൊക്കെ നീ അങ്ങോട്ട് നോക്കിക്കോണം കേട്ടല്ലോ. എപ്പോഴും ഇനി നമ്മൾ ഉണ്ടായിരിക്കില്ല. ശരി അമ്മേ. എന്നാ ശരി. എന്നാ മക്കളെ അടിച്ചു പൊളിക്കേ. ഓക്കെ എന്നാൽ. ആ ശരി അച്ഛാ, പോയിട്ടിപ്പ വരാവേ. അവിടെ ഇരിക്കണേ. ആ ഹലോ. നേത്തിരാത്തിരി യമ്മ എന്തായി? എന്താവൻ, ഞാൻ ഇന്നലെ കിടന്ന് ഉറങ്ങി. നശിപ്പിച്ച്. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? അല്ല, നീ ആദ്യത്തെ ദിവസം തന്നെ ഇംപ്രഷൻ കളിയല്ലേ? എനിക്കൊന്നും പറ്റത്തില്ല ഒരു പരിചയത്തെ പെണ്ണുമായിട്ട്. അളിയാ, ഞാൻ നിന്നോടൊരു കാര്യം ഇപ്പൊ തന്നെ പറയാം. നീ പഴയ കാര്യം പെട്ടെന്ന് പറഞ്ഞോ. അവൾ നിന്റെ ഭാര്യ. നീ ആദ്യം എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്താലേ തിരിച്ചു എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നീ നോക്കിയും കൊണ്ടൊക്കെ ചെയ്. ഓക്കെ ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരിയാണല്ലോ, എന്റെ ഭാര്യയല്ലേ? എന്റെ ഭാര്യയാണ്. അതെ. അയ്യോ, ഞാൻ പെട്ടെന്ന് അറിയാതെ. നല്ല റിഫ്ലക്സ് അല്ലേ? എനിക്കിച്ചിരി കുറവ് കേട്ടോ. അതെ, ഇവിടെ എവിടെയാ കോട്ടക്കൽ ആര്യവൈദ്യശാല എന്നറിയാവോ? ഇല്ല, എന്തിനാ? എനിക്ക് നന്നായിട്ടൊന്ന് ഒഴിയണം, പിന്നൊന്ന് പിഴിയണം. എന്റെ തെറ്റാ, എന്റെ തെറ്റാട്ടോ, എന്റെ തെറ്റാ. ഒരു വാശി.